പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാ പേരൻസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. കുഞ്ഞുങ്ങളുള്ള എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ലോകത്തെ മുഴുവൻ, കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ, മനസാക്ഷികളെ ഞെട്ടിച്ച ഒരു സംഭവം നമ്മൾ കണ്ടു. സ്വന്തം കുഞ്ഞിനെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊന്നതും മണിക്കൂറുകൾക്കൊടുവിലെ ചോദ്യം ചെയ്യലിന് ശേഷം സ്വന്തം ഭർത്താവിൻ്റെ അനിയനായ ബന്ധു അതിക്രൂരമായി കുഞ്ഞിനെ പീഡിപ്പിച്ചത് മൂലമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൽ സുരക്ഷിതരല്ല. എന്തുകൊണ്ടാണ് ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്? എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളില്ലാതെ മറ്റൊരിടത്തും പറഞ്ഞു വിടരുത്, ഒരിടത്തും നിർത്തരുത് മാതാപിതാക്കളെ. നമ്മളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ ആരുടെ കൈകളിലും സുരക്ഷിതരല്ല. അവരെ കാർന്ന് തിന്നാൻ, അവരെ പിച്ചി ചീന്താൻ, കടലാസ് പോലെ ചീന്തിക്കളയാൻ സമൂഹം മുഴുവൻ കഴുകന്റെ കണ്ണുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഈ കുഞ്ഞിനെ സംഭവിച്ച കാര്യം കേരളത്തിലെ മനസാക്ഷി ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ കുഞ്ഞു മനസ്സ്, ഈ കുരുന്ന്, തിരിച്ചറിവില്ലാത്ത പ്രായം എങ്ങനെ പ്രതികരിക്കും, എന്തു പറയും? ഈ സമയങ്ങളിലാണ് ഈ കുഞ്ഞ് മൃഗീയമായി പീഡിപ്പിക്കപ്പെടുന്നത്. ഒന്നും അറിയാതെ സ്വന്തം അമ്മയുടെ കൈകളിലാണ് പുഴയിലേക്ക് എറിയപ്പെട്ട് കൊല ചെയ്യപ്പെടുന്നത്. തകർന്നുപോയ കുഞ്ഞാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാ പേരൻസിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു കുഞ്ഞിനും ഈ ഒരു സ്ഥിതി ഉണ്ടാവാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞ് ഈ ഒരു സത്യം അറിഞ്ഞില്ലെങ്കിൽ, ഈ ലോകം അറിഞ്ഞില്ലെങ്കിൽ, ആ അമ്മ ഈ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്നില്ല എന്ന് നിങ്ങൾ കരുതുക. ഞാൻ അങ്ങനെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുഞ്ഞ് വളർന്നു വലുതാകുന്നു. അപ്പൻ്റെ അനിയൻ വീണ്ടും പീഡിപ്പിക്കുന്നു. നാളെ പീരീഡ്സ് ആകുന്ന സമയത്ത് ഈ കുഞ്ഞ് തീർച്ചയായിട്ടും പ്രഗ്നൻ്റ് ആകും. നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ആ അമ്മ വളരെ വേദനയോടെ ആ ഒരു കാര്യം, നമുക്കറിയില്ല ഒരമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ആ സ്ത്രീയുടെ ഭാഗം നമുക്കറിയില്ല. എങ്കിൽ അതൊക്കെ നിയമത്തിൻ്റെ വഴി പോട്ടെ. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു കുഞ്ഞ് വളരെയധികം, ആ കുരുന്നു മനസ്സിന് എങ്ങനെ മറ്റുള്ളവരോട് പറയാൻ പറ്റും, എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? പ്രതികരിക്കാൻ പറ്റാത്ത പ്രായത്തിൽ, തിരിച്ചറിവ് ഉണ്ടായി തുടങ്ങുന്ന പ്രായത്തിൽ, നന്മ തിന്മകളെ വേർതിരിച്ച് അറിയാൻ തുടങ്ങുന്ന ഈ കാലഘട്ടത്തിലാണ് 3 വയസ്സുകാരിയായ കല്യാണി എന്ന് പറയുന്ന ആ പെൺകുഞ്ഞ് മൃഗീയമായി പീഡിപ്പിക്കപ്പെടുന്നത്, സ്വന്തം അമ്മയുടെ കൈകളാൽ പുഴയിലേക്ക് എറിയപ്പെടുന്നത്. കേരളം മുഴുവൻ കണ്ണുനീരോടെയാണ് ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ ആരെയും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരുടെ കൈകളിലും സുരക്ഷിതരല്ല. നമ്മൾ പാരൻസിൻ്റെ കൈകളിലാണ് കുഞ്ഞുങ്ങൾ സുരക്ഷിതർ. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ വ്യക്തമായും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ അല്ലയോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ സുരക്ഷിതമായ ഒരിടമുണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ അവിടെ ആക്കിയിട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ ഇതുപോലെയുള്ള കണ്ണുനീരിൻ്റെ വാർത്തകൾ ഇനിയും കേരളത്തിൽ നിന്ന് ഉയരാനിടയാകും. കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലേ? നമ്മുടെ അപ്പനോട് അവർക്ക് എന്തും തുറന്നു പറയാൻ പറ്റണം. അവരുടെ അമ്മയോട് എന്തും തുറന്നു പറയാൻ പറ്റണം. അങ്ങനെ തുറന്നു പറയുവാനുള്ളൊരു സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് എന്ത് സംഭവിച്ചാലും, അല്ലെ, അവർക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അത് അവർ നമ്മളോട് തിരിച്ച് പറയും. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടായാൽ അവർ നമ്മളോട് ഷെയർ ചെയ്യും. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ മക്കളോട് നമുക്കുണ്ടാവണമെന്നുള്ള കാര്യം പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞ് നമുക്ക് ദൈവം തന്നതാണ്. ആ കുഞ്ഞ് മൃഗീയമായി പീഡിപ്പിക്കാനുള്ളതല്ല. മറ്റുള്ളവർക്ക് പിച്ചി ചീന്താനുള്ള കടലാസല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളാണ്, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അവർ വളരട്ടെ, സ്വപ്നം കാണട്ടെ. ആ സ്വപ്നത്തിൻ്റെ ചിറകുകൾ വെച്ച് ആ കുഞ്ഞുങ്ങൾ പറക്കട്ടെ. എല്ലാ പേരൻസിനും കുഞ്ഞുങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ. ദൈവം സഹായിക്കട്ടെ.